നരകാസുരൻ മായയാൽ നിർമ്മിച്ച പ്രാഗ്ജ്യോതിഷപുരത്തിലെ കൊട്ടാരം വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. ശത്രുക്കൾക്കകത്ത് കടക്കുക അസാധ്യമായിരുന്നു. ഭഗവാൻ ഒരു ചെറു പുഞ്ചിരിയോടെ കൊട്ടാര പരിസരം ചുറ്റും കണ്ണോടിച്ചു. എന്നിട്ട് കോട്ടവാതിൽ ലക്ഷ്യമാക്കി നീങ്ങി. അതാ ഒരു വൻ പാറ പറന്നു ഭഗവാന്റെ നേർക്ക് വന്നു. ഭഗവാൻ ഗദ കൊണ്ട് അത് തടുത്തു. പിന്നെയും പാറക്കൂട്ടങ്ങൾ തുരുതുരെ വീണ് വഴിയടച്ചു. ഭഗവാൻ ഗദ ഉയർത്തി ആഞ്ഞു വീശി. വൻ പാറമതിൽ ക്ഷണം കൊണ്ട് ഒരു വലിയ മൺകൂനയായി മാറി. ഭഗവാൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ഉയർന്ന തീജ്വാലകളോടുകൂടി അഗ്നി ചുറ്റും പടർന്നു. ആളിക്കത്തുന്ന അഗ്നി കണ്ട് ഗരുഡൻ ഒന്ന് പകച്ചു. ചുറ്റും തീ, അകത്ത് കയറാൻ പറ്റാതെ പുകയും ചൂടും. ഭഗവാൻ ആളിക്കത്തുന്ന അഗ്നിക്ക് നേരെ വരുണാസ്ത്രമെയ്തു. ചീറിപ്പാഞ്ഞു വരുന്ന ഭഗവാന്റെ വരുണാസ്ത്രം കണ്ട് അഗ്നി ഒരു ചെറിയ തീനാളമായി ചുരുങ്ങി വഴിമാറിക്കൊടുത്തു. ഗരുഡൻ വീണ്ടും മുന്നോട്ട് പറന്നു. അതാ ഭയങ്കര തിരമാല ആർത്തടിച്ചു വരുന്നു. ഭഗവാന്റെ സുദർശന ചക്രം തിരമാലകളെ തകർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി. പിന്നെ വന്നത് ഭയങ്കര ചുഴലിക്കാറ്റായിരുന്നു. ചുറ്റുമുള്ളതെല്ലാം തന്നിലേക്ക് വലിച്ചുകൊണ്ട് അത് അട്ടഹസിച്ചുകൊണ്ട് ഭഗവാന്റെ നേർക്ക് വന്നു. സുദർശന ചക്രം ആ തടസ്സവും നീക്കി ഭഗവാന്റെ കയ്യിൽ തിരികെ വന്നു ചേർന്നു. പിന്നെ ഇരുമ്പ് വലകളും ചങ്ങലകളും പോലെ വഴിയിൽ കുടുക്കുകൾ. കൃഷ്ണൻ സുദർശന ചക്രം പ്രയോഗിച്ച് കണ്ണടച്ചു തുറക്കുന്നതിനു മുൻപേ വലകളെല്ലാം കഷ്ണങ്ങളായി മുറിഞ്ഞുപോയി. ഇത്രയും കഴിഞ്ഞിട്ടും ഒരു ഭയങ്കര കുടുക്ക് ബാക്കി. മുരപാശം. കണ്ണിൽ കാണാത്ത വല പോലെ ഒരു കുടുക്ക്. ഒരിക്കൽ അതിൽ പെട്ടാൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഭഗവാൻ മുരപാശത്തെ തൻ്റെ വാളാൽ സംഹരിച്ചു. ഭഗവാൻ പാഞ്ചജന്യമെടുത്ത് ശക്തമായി ഊതി. അതിൻ്റെ ധ്വനി അവിടെ മാകെ പ്രകമ്പനം കൊണ്ടു. എല്ലാ തടസ്സങ്ങളും അപ്രത്യക്ഷമായി. അപ്പോൾ അതാ ഭഗവാന്റെ ശംഖധ്വനി കേട്ട് ഉറങ്ങിക്കിടന്ന മുരാസുരൻ ഞെട്ടി ഉണർന്നു. മുരാസുരൻ 5 തലയുള്ളവൻ, ഒരു ഭീമാകാരനായ അസുരൻ. അവൻ അലറിക്കൊണ്ട് ഭഗവാന്റെ നേരെ പാഞ്ഞു വന്നു. അവൻ യുദ്ധത്തിൽ പലവിധ ആയുധങ്ങൾ എറിഞ്ഞു. കൃഷ്ണനെ തോൽപ്പിക്കാനായി ഭീകരമായി ചാടി വന്നു. പക്ഷേ കൃഷ്ണൻ ഒട്ടും കുലുങ്ങിയില്ല. ശാന്തമായി പക്ഷേ ശക്തിയായി അവൻ്റെ ആക്രമണങ്ങൾ എല്ലാം കൃഷ്ണൻ തടഞ്ഞു. മുരാസുരൻ ശൂലം കൊണ്ട് ഗരുഡനെ ആക്രമിച്ചു. ഗരുഡൻ നാഗത്തെ കീറും പോലെ മുരാസുരൻ്റെ മുഖം നഖങ്ങൾ കൊണ്ട് കീറി. മുരാസുരൻ ശൂലം കൊണ്ട് ആഞ്ഞാഞ്ഞ് ഗരുഡനെ കുത്തി. ശൂലത്തിൻ്റെ മുകളിൽ പറന്നു നിന്നുകൊണ്ട് ഗരുഡനും യുദ്ധം ചെയ്തു. ഭഗവാനും മുരാസുരനും തമ്മിൽ ശസ്ത്രവർഷം തുടർന്നു. ഘോരമായ യുദ്ധത്തിൽ ഭൂമി വിറയാർന്നു. കൃഷ്ണൻ വാളാൽ മുരാസുരൻ്റെ കരങ്ങൾ ഛേദിച്ചു. വേഗത്തിൽ ചക്രത്താൽ അവനെ വധിച്ചു. അങ്ങനെ മുരാസുരൻ്റെ തടസ്സവും മാറി. മുരാസുരൻ്റെ 7 പുത്രന്മാർ ഇത് കണ്ട് ഭഗവാന്റെ നേർക്ക് ചീറി വന്നു. മുരാസുരൻ്റെ പുത്രന്മാരെയും ഭഗവാൻ വധിച്ചു. പിന്നീട് കൃഷ്ണൻ ആ നഗരത്തിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് മുന്നോട്ട് നീങ്ങി.